ഫസ്റ്റ് ഡേ തന്നെ ബിപിൻ ചേട്ടൻ പറഞ്ഞത് നമ്മളൊരു നല്ലൊരു ആക്ടർ ആവണമെന്നുണ്ടെങ്കിൽ ആൾക്ക് എംപതി ഉണ്ടാവണമെന്നായിരുന്നു. അത് നല്ലതായിട്ട് എനിക്ക് തോന്നി. ഇത് പറയുമ്പോ അടിയിൽ കമന്റ് എന്നിട്ട് നീ എന്താ അഭിനയിക്കാത്ത നിനക്ക് 80 മാത്രമേ ഉള്ളല്ലോ. എന്നെ മഞ്ജു വാര്യർ വിളിച്ച്, മഞ്ജു ചേച്ചിയില്ലേ, മഞ്ജു ചേച്ചി വിളിച്ച വോയിസ് നോട്ടിൽ അഭിനന്ദിച്ചൊക്കെ ഒരു കാര്യം എനിക്ക് ഭയങ്കര സന്തോഷമായി. ഒരാളെ ഞാൻ അത് റിയലൈസ് ചെയ്തു എന്നുള്ളത്. പിന്നെ ദിലീപേട്ടൻ സത്യം പറഞ്ഞു കഴിഞ്ഞാല് എന്റെ കല്യാണമാണെങ്കിലും എന്റെ കുഞ്ഞിന്റെ പരിപാടിയാണെങ്കിലും സ്ഥിരതാമസമാണെങ്കിലും ഒക്കെ ദിലീപേട്ടന്റെ സാന്നിധ്യം അവിടെ ഉണ്ട്. എന്നാൽ ഞങ്ങൾ വെറുതെ റെഗുലർലി വിളിക്കുന്ന ആളോ സംസാരിക്കുന്ന ആൾക്കാരോ ഒന്നുമല്ല. ഗുമസ്തന്റെ പ്രൊമോഷൻ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു ഇൻസിഡന്റ് എന്ന് പറഞ്ഞാൽ ഭീകര ഇൻസൾട്ട് തന്നെയായിരുന്നു കേട്ടോ. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഭീകര ഇൻസൾട്ട് ആയിരുന്നു. ആരുടെയും കണ്ണു നിറഞ്ഞു പോകണ അവസ്ഥയായിരുന്നത്. അപ്പൊ ഞാൻ സത്യമായിട്ട് ഇത് ഞാൻ വലിയ നന്മവരം കളിക്കണതോ എന്റെ ചിന്തപ്പാടൊന്നുമില്ല. ഞാൻ ചിന്തിച്ച ഒറ്റ കാര്യമുള്ളൂ, ആ പ്രിൻസിപ്പള് ചിലപ്പോ വല്ല വീട്ടിൽ നിന്ന് വല്ല ദേഷ്യത്തിൽ വന്നായിരിക്കാം. ഹോസ്പിറ്റലിൽ പുള്ളിയുടെ ആരെങ്കിലും ഹോസ്പിറ്റലൈസർ ഉണ്ടാവും. പുള്ളിയുടെ അന്നത്തെ മാനസികാവസ്ഥയുടെ ആണ് ദാറ്റ് മൊമെന്റ് ഉള്ളി. ഇനി ഇവിടുത്തെ പ്രേക്ഷകരോട് എത്ര നന്ദി പറഞ്ഞാലും നമ്മൾക്ക് എനിക്ക് തോന്നുന്നു വേറെ ഒരു ഇൻഡസ്ട്രിയിലും ഇല്ല നമ്മളെ പോലെ ഒരാളെ സ്വീകരിച്ചേക്കുന്നത്. ഇന്ത്യയിൽ തന്നെ ഇല്ല. ഇതങ്ങനെയല്ല, പതുക്കെ പതുക്കെ കണ്ടു കണ്ട് ആളുകൾ എന്നെ ശീലിച്ചു തുടങ്ങി എന്നുള്ളതാണ്. ആ ശീലം ഇനിയും മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് സക്സസ് വന്നാൽ, എനിക്ക് സക്സസ് വന്നാൽ എന്റെ പോലെയുള്ള ഒരുപാട് പേരെ നിങ്ങളൊക്കെ പ്രേക്ഷകരെല്ലാവരും നോർമലൈസ് ചെയ്ത് കാണാൻ നോക്കും. അതാണ് നമ്മുടെ മെയിൻ പോയിന്റ്. അപ്പൊ അതിന് ഡയറക്ടർ ആദ്യം കൺവിൻസ് ആവണം. ഇവനടിച്ച ആളുകൾക്ക് ഏക്കും. കാരണം ഹീറോ അവിടെ കിടക്കുകയാണ്. ഹീറോന്റെ ഫാമിലിയെ രക്ഷിക്കുന്നത് ഞാനായിട്ടാ. ബാബുവാനി ചേട്ടൻ ഉണ്ട് അവിടെ. പക്ഷെ അതൊക്കെ ആ റൊമാനിക്ക് സമ്മതിച്ചു, ബാബുവാനി ചേട്ടൻ സമ്മതിച്ചു. ആ അംഗീകരിക്കലാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. കേരള സ്റ്റോറി എന്താ ഈ കാണുമ്പോൾ നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ ഇപ്പുറത്തെ രാമേട്ടനാണെങ്കിൽ ഇപ്പുറത്തെ അബ്ദുള്ളയാണ്, ഇപ്പുറത്തെ ജോർജാണ്. രാമേട്ടന്റെ കടയിൽ നിന്നാണ് അബ്ദുള്ള അരിവാണ്, അബ്ദുള്ള വീട്ടിൽ നിന്നാണ് ജോലി വർഷം കഴിയും. അഭിനയം കൊണ്ടിട്ട് ഒരിക്കലും സ്ക്രിപ്റ്റിൽ ഉഴപ്പിയിട്ടേ ഇല്ല. സത്യസന്ധമായ കാര്യമാണ്. എഴുതി വെച്ച സ്ക്രിപ്റ്റ് ഓരോ ആർട്ടിസ്റ്റുകളുടെയും പുറകെ പോയി നടക്കാൻ എടുത്ത കാലതാമസം. നമ്മൾ എല്ലാം ചെയ്യുന്ന ഹീറോ ആയിട്ടാണല്ലോ ഇവർ അംഗീകരിച്ചിരുന്നത്. ഫൈറ്റ് ആണെങ്കിലും ഡാൻസ് ആണെങ്കിലും ആർട്ടികളിൽ മാത്രമാണെന്ന് തോന്നുന്നു കാലിലെ ചെറിയ കാര്യങ്ങൾ പരാമർശിച്ചത്. പിന്നെയുള്ള ഇതുവരെയുള്ള സിനിമകളിൽ ഒരു സംവിധായകരും എന്റെ കാലിന്റെ പെർട്ടിക്കുലർ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു ഷോട്ട് പോലും വെക്കുകയോ ഉപയോഗിക്കുകയോ ഇതിലൊക്കെ അങ്ങനെയല്ല. അത് നമ്മള് മേക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ ചിന്തയിൽ അങ്ങനെ വരുന്നില്ല എന്നുള്ളതാണ്. ഹായ്, ഹലോ, വെൽക്കം ടു സിനിമാ ടെക്. ഇന്ന് എന്നോടൊപ്പം ICU എന്ന സിനിമയുടെ നായകനും നായികയും സംവിധായകനുമാണുള്ളത്. അപ്പം നമസ്കാരം. നമസ്കാരം. അപ്പം ആദ്യം ആരിൽ നിന്ന് തുടങ്ങണം? സംവിധായകനിൽ നിന്ന് തന്നെ തുടങ്ങണം. ജോർജ് വർഗീസ് സാറിൻ്റെ ഒരുപാട് നാളത്തെ സ്വപ്നമാണ്. ആദ്യം താന്തോന്നി, അതിപ്പം 14 വർഷമായി, ഇപ്പം ICUലേക്ക് എത്തി നിൽക്കുന്നു. എന്താണ് ഇപ്പോഴത്തെ ഒരു മലയാള സിനിമയിലുള്ള ഒരു ഫീൽ? ഇപ്പോഴത്തെ മലയാള സിനിമ ഒരുപാട് യങ് ജനറേഷൻ കയറി വന്നിരിക്കുന്നു. അവരുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് നമ്മളും സഞ്ചരിക്കുന്നു, നമ്മൾ അവരെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ഒരു വിദ്യാർത്ഥിയാണോ? പിന്നെ എപ്പോഴും നമ്മൾ വിദ്യാർത്ഥികളാണല്ലോ. അപ്പം പൃഥ്വിരാജിനെ വെച്ച് ആദ്യത്തെ സിനിമ ചെയ്തു. അപ്പോൾ ബിപിൻ ചേട്ടനെ എങ്ങനെയാണ് രണ്ടാമത്തെ സിനിമയിൽ ബിപിൻ ചേട്ടൻ വേണമെന്നുണ്ട ഒരു തീരുമാനം മനസ്സിലാവുന്നത്? പൃഥ്വിരാജിൽ നിന്ന് ബിപിൻ ജോർജിലേക്കുള്ള ദൂരമാണ് അല്ല, പൃഥ്വിരാജിൽ നിന്ന് ബിപിൻ ജോർജിലേക്ക് പ്രത്യേകിച്ച് ദൂരമൊന്നും ഫീൽ ചെയ്തിട്ടില്ല. കാരണം രണ്ടുപേരും നല്ല ആർട്ടിസ്റ്റുകളാണല്ലോ. അതെ അതെ, ഉറപ്പായും. നമ്മുടെ കഥക്കനുസരിച്ചാണല്ലോ നമ്മൾ ഓരോരുത്തരെ ചൂസ് ചെയ്യുന്നത്. ആ കഥ നമ്മൾ ചൂസ് ചെയ്യുന്നതിനടുത്ത് നമ്മൾ പോയി ആ കഥ പറയുമ്പോൾ അവർക്കത് മനസ്സിലായ ആ സിനിമ. ഇപ്പം ബിപിൻ ചേട്ടാ ഒരുപാട് ഇപ്പം 13 വർഷമായി മലയാള സിനിമാ രംഗത്ത് സജീവമാണ്. നമ്മളെല്ലാ വേദികളിലും കാണാറുണ്ട്. അത് മാത്രമല്ല, പ്രൊമോഷന് വേണ്ടി ഇത്രയധികം ഹാർഡ് വർക്ക് ചെയ്ത് പ്രൊമോഷൻ ചെയ്യുന്ന ഒരു നടൻ വേറെ ഉണ്ടാവില്ല. അതിനാദ്യം തന്നെ ഒരു എന്താ പറയുക അഭിനന്ദനവും സന്തോഷവും. അപ്പോൾ ICUവിന്റെ ഭാഗമായത് എങ്ങനെയാണ്? എന്താണ് ക്യാരക്ടറൊക്കെ? എന്നെ ജോണി ആൻഡി ചേട്ടനാണ് ഈ പടം ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് കേട്ടു നോക്കെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ കേട്ടപ്പോൾ ആദ്യം താന്തോന്നി ഞാൻ തിയേറ്ററിൽ കണ്ട് വണ്ടടിച്ച പടം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പടം. അപ്പോൾ അതിൻ്റെ ഡയറക്ടർ നമ്മളെ കഥ കേൾപ്പിക്കാൻ വരുന്നു എന്ന് പറയുന്നത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷമുള്ള കാര്യം. അത് കഴിഞ്ഞ് കഥ കേട്ട് കഴിഞ്ഞപ്പോൾ എന്നെ കഥാകൃത്തായിട്ടുള്ള സന്തോഷത്തിനാണ് ആദ്യം കഥ പറയുന്നത്. അപ്പോൾ ചിലവർ നല്ല ഡെപ്തിൽ എഴുതുമെങ്കിലും ചിലപ്പോൾ കഥ പറഞ്ഞു വരുമ്പോൾ ദാറ്റ് മൊമെൻറ്റിൽ വർക്കാവണമെന്ന് അത് നമുക്കും പറ്റുന്നതാണ്. നമ്മളെത്ര ഭയമായിട്ട് അടിപൊളിയായിട്ട് സ്ക്രിപ്റ്റ് വായിക്കാൻ വിചാരിച്ചാലും ചില നേരത്ത് നമ്മൾ കഥ പറയുന്ന ആ മൊമെന്റ് വർക്കൗട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടൊക്കെ അങ്ങനെ ഒരു ടൈമുണ്ട്. ആർട്ടിസ്റ്റുകൾ ഉറക്ക സമയവും അങ്ങനെ കുറെ ആ മൊമെന്റ്
കൃത്യമാവുക എന്നുള്ളതാണ്. ചിലപ്പോൾ അത് ആവാണ്ടാകുമ്പോൾ അപ്പൊ എനിക്ക് ആദ്യം കഥ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷെ ഞാൻ ഒരു കഥ കേട്ടിട്ട് ഒരിക്കലും വിലയിരുത്താറില്ല. സിനിമ എപ്പോഴും തിരക്കഥയിലാണ്. കഥയില്ലെങ്കിൽ തിരക്കഥ നന്നായ പടം ഓടും. അപ്പൊ തിരക്കഥ സ്ക്രിപ്റ്റ് തരാൻ പറഞ്ഞു. സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ എനിക്ക് വർക്കായി. അങ്ങനെയാണ് ചെയ്യാൻ തീരുമാനിക്കുന്നത്. അപ്പൊ പലരും ഇപ്പൊ തിരക്കഥ ഇല്ലാതെ വെറും ഒരു കഥ എഴുതിയിട്ട് സിനിമ ചെയ്യുന്ന ഒരു ട്രെൻഡൊക്കെ ഉണ്ടായിരുന്നു. ആ സിനിമകളൊക്കെ അത്ര വിജയിച്ചിട്ടുമില്ല. അപ്പൊ തിരക്കഥ ഉള്ള ഒരു കഥ, അതിന്റെ ഒരു ആത്മാവ് തിരക്കഥയാണെന്ന് ചേട്ടൻ വിശ്വസിക്കുന്നുണ്ടോ? ആ തിരക്കഥയാണെന്ന് വിശ്വസിക്കുന്നു. പക്ഷെ ഓരോരുത്തരുടെയും സ്കില്ലുമായിട്ടും അവനവന്റെ ആത്മവിശ്വാസമായിട്ട് ബന്ധപ്പെട്ടാണ് അത്. എനിക്കും ഇഷ്ടമൊന്നും ഒരിക്കലും തിരക്കഥയില്ലാണ്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. എന്നാ അത് സ്ക്രിപ്റ്റ് ഒന്നും ഇല്ലാതെ അവിടെ വെച്ച് ഇമ്പ്രൂവ് ചെയ്ത് വിജയിപ്പിച്ച എത്രയോ ഡയറക്ടേഴ്സ് ഉണ്ട് നമ്മുടെ ഇടയില്. അപ്പൊ അത് അവരുടെ വിശ്വാസമാണ്, കോൺഫിഡൻസ് ആണ്. ഉള്ളിലൊരു ഫ്രെയിം ഉണ്ടാവും. അതിൽ നിന്നുകൊണ്ടാണ് ഇപ്പൊ ശ്രീനിയേട്ടനെ കുറിച്ച് എന്താ പറയുന്നത്, ജനറേറ്റർ ഓൺ ആക്കണം എന്ന് പറയണം. ജനറേറ്റർ ഓൺ ആക്കിയാലാണ് ശ്രീനിയേട്ടൻ എഴുതിയേക്കണ മിക്ക ഹിറ്റുകളും ആ ജനറേറ്റർ ഓൺ ആക്കി അതിന്റെ അടിയിലിരുന്ന് എഴുതിയതാ. അതുപോലെ ഒരുപാട് പേരുണ്ട് കേട്ടോ. രഞ്ജി പണിക്കർ സാറ്, രഞ്ജിത്തേട്ടൻ, അവരൊക്കെ അവിടെ ഇരുന്ന് എഴുതിയതാന്ന് പറയുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോ. ഭരതം 3 ദിവസം കൊണ്ടാണ് എഴുതിയത് ലോയി സാറ്. അപ്പൊ നമുക്ക് 2.5 കൊല്ലം കൊണ്ട് ചിലപ്പോ ഭരതം എഴുതാൻ പറ്റില്ല. അതൊരു മൊമെന്റ് ആണ്. അത് ഭരതം എഴുതേണ്ട അവസ്ഥ വരുമ്പോ നമ്മൾ അങ്ങനെ ചെയ്തു പോകുന്നുണ്ട്. ഒരു പടം പ്ലാൻ ചെയ്തു, എല്ലാവരും ക്രൂ മൊത്തം എത്തി, ലാലേട്ടൻ അടക്കം എത്തി, സബ്ജക്ട് മാറ്റേണ്ടി വരുമ്പോൾ പിന്നെ 3 ദിവസം കൊണ്ട് എഴുതിയേ പറ്റൂ. നായിക മിണ്ടാതിരിക്കുകയാണ്. വിസ്മയ ഉറിയടിയിലൂടെ വന്നതാണ്, സൂര്യ നിർമ്മിച്ച ഒരു പടത്തിലെ നായികയാണ്. അപ്പോൾ എന്ത് തോന്നുന്നു മലയാള സിനിമയിലേക്ക് വന്നപ്പോൾ? എങ്ങനെയുണ്ടായിരുന്നു ബിബിൻ ചേട്ടൻ്റെ കൂടെയുള്ള ഒരു പെയറായിട്ട്? വളരെയധികം നന്നായിരുന്നു. ബിബിൻ ചേട്ടൻ ആക്ച്വലി ജോർജ് സാറിന് ഓൾറെഡി താങ്ക്സ് പറയണം. കാരണം അദ്ദേഹം ഒരു ഇറിറ്റേഷനും ഇല്ലാതെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഇത് ഹോൾ ഷൂട്ട് കൊണ്ടുപോയി. പിന്നെ ബിബിൻ ചേട്ടൻ ആക്ച്വലി ആളാണ് എൻ്റെ ഇതിൻ്റെ ജേർണിയും ഹീ മെയ്ഡ് ഇറ്റ് ഈസിയർ ആക്ച്വലി. ചില സമയത്തൊക്കെ എനിക്ക് ചിലപ്പോൾ ടെൻഷൻ ഉണ്ടാവും ചിലപ്പോൾ ചില സീൻസ് ചെയ്യാനൊക്കെ. ബട്ട് ആളാണ് അതൊക്കെ സഹിച്ച് ആൾ കാമാക്കി ക്വയറ്റ് ആക്കിയിട്ടൊക്കെ ആളാണ് ആക്ച്വലി ഇത് ചെയ്യാൻ സഹായിച്ചത്. സഹിക്കലൊന്നുമില്ല. നമ്മളും പുതിയ ആളുകളായിട്ട് വരുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങള്. എനിക്കിപ്പോ ബോംബ് അഭിനയിക്കുമ്പോ എന്നെ പ്രയാഗ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മാർഗംകളിയിൽ നമിത എന്നെ ഒരുപാട്, എനിക്ക് റൊമാൻസ് സീനൊക്കെ അഭിനയിക്കുമ്പോ ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ കൂളാക്കിയതൊക്കെ നമിതയാണ്. അപ്പൊ അത് തന്നെ നമ്മൾ മറ്റുള്ള കോ സ്റ്റാർസിനോടും ചെയ്യുന്ന. ഇപ്പം പേടിയൊന്നുമില്ല റൊമാൻസ്? അങ്ങനെയൊന്നുമില്ല. പേടി എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ചെയ്യുന്ന ആളുടെ കംഫോർട്ട് അനുസരിച്ച്. ചിലർ നമ്മൾ നല്ല ഫ്രണ്ട്ലി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ റൊമാൻസ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ടെൻഷൻ ഉണ്ട്. ഇത്രയും പേര് നിപ്പട്ടല്ലോ, ഒരു ചമ്മൽ എന്തൊക്കെ വന്നാലും ഉണ്ടാവുമല്ലോ. ഒറ്റക്കാണേ നമുക്കൊരു കുഴപ്പമുണ്ടാവില്ലല്ലോ. ഒറ്റയ്ക്ക് അങ്ങനെ അഭിനയിക്കാൻ ഷൂട്ട് അങ്ങനെ റൊമാൻസ് ഞാനതിന് പുലിയാണ് പോലെ. അപ്പൊ നമുക്കത് റൊമാൻസിൽ ചെയ്ത് പരിചയം ഉണ്ടാവുമ്പോൾ നമുക്ക് സിനിമകളിലും അത് നമുക്കൊരു ലൈഫിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്യാലോ. അതാ ഞാൻ ചോദിച്ചേ. അപ്പോ ഇങ്ങനെയൊരു ഇപ്പൊ ഞാൻ ബിബിൻ ചേട്ടനോട് ഒരു കാര്യം ചോദിക്കും. ആരെങ്കിലും സ്ക്രിപ്റ്റ് ആയിട്ട് വരുന്നു, ഇപ്പൊ ജോർജ് ചേട്ടനാണെങ്കിലും ഇപ്പൊ ഇന്റിമേറ്റ് സീനൊക്കെ പറഞ്ഞ ബിബിൻ ചേട്ടൻ അഭിനയിക്കോ? ഇന്റിമേറ്റ് സീന് നമ്മുടെ മരതകം എന്ന് പറഞ്ഞ പടത്തില് ഒരു സീൻ ഉണ്ടായിരുന്നു. ഇന്റിമേറ്റ് സീൻ ഞാനും സനുഷയും തമ്മിലായിരുന്നു. കുറച്ച് അങ്ങനെയൊക്കെ എഴുതിയൊക്കെ വെച്ച് അപ്പൊ നമ്മള് വായിക്കുമ്പോ നോക്കാന്നൊക്കെ വരും. പക്ഷെ അവിടെ ലാസ്റ്റ് സമയത്തിയപ്പോ ഞാൻ തന്നെ നമ്മളെപ്പോഴും ഒരു അഭിനേതാവ് എപ്പോഴും അതിന് മാർഗം നമ്മള് മുമ്പിലൊരു വലിയ മൈൽ സ്റ്റോൺ ആയിട്ട് കാണുന്ന ലാലേട്ടനെയാണ്. കാരണം അത് നമ്മളെ ലാലേട്ടനെ വെച്ചാൽ ഞാൻ എൻ്റെ അടുത്ത് ചാൻസ് വെച്ച് വരുന്ന എല്ലാവരോടും പറയും, നിങ്ങൾ മോഹൻലാൽ പടങ്ങൾ കാണുക. കാരണം അതൊരു യൂണിവേഴ്സിറ്റിയാണ്, അത് പഠിക്കാനുണ്ട് പറയും. അത് കണ്ടു കഴിഞ്ഞാൽ ആ ചമ്മലൊക്കെ പോകും. ഇപ്പൊ തിരക്കഥാകൃത്താണല്ലോ, നല്ലൊരു തിരക്കഥാകൃത്താണ്. ഇപ്പൊ ഇന്നലെ ദിലീപേട്ടൻ പറഞ്ഞതുപോലെ തിരക്കഥ എഴുതണം, ഇനിയും ബിബിൻ അങ്ങനെ വരണം എന്നാ പറയുന്നത്. അപ്പം ശരിക്കും തിരക്കഥാകൃത്താകുമ്പോ നായകനാകുമ്പോ എന്തെങ്കിലും ഇതിലേക്ക് ഇടപെടുകയൊക്കെ ചെയ്യുമായിരുന്നു? അത് തിരക്കഥാകൃത്തിനോടായിരുന്നു ചോദിക്കേണ്ടത്. സിനിമയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ജോണർ സിനിമയല്ല, അദ്ദേഹം എഴുതുന്ന ജോണർ സിനിമയല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം അത്തരം കാര്യങ്ങളിലേക്ക് വന്നിട്ടില്ല. പിന്നെ അദ്ദേഹം നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന് നമ്മളുള്ളൊരു കോൺഫിഡൻസ് ആവാം. അദ്ദേഹം ശല്യം ചെയ്യാൻ വന്നിട്ടില്ല. ഈ താന്തോന്നി കണ്ടിട്ട് അതിൽ ഓരോ ഡയലോഗും ഉണ്ടല്ലോ, അതൊക്കെ ഇപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിൽ ഇങ്ങനെ ഓടി വന്നിട്ട് ഏതെങ്കിലും ഒരു ഇഷ്ടപ്പെട്ട ഒരു ഡയലോഗ് ഉണ്ടോ താന്തോന്നിയിലെ? അല്ല എന്നാലും എപ്പോഴും കാരണം വടക്കം വീട്ടിൽ കൊച്ചുമതിനെ ഉടക്കാൻ നിൽക്കല്ലേ എന്ന് പറയുന്ന ഡയലോഗ് ശരിക്കും ഞാൻ അതിന്റെ റൈറ്റർ ഷാഹിദിന്റെ അസിസ്റ്റന്റും കൂടെയാണ്. അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളിലും ഞാൻ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഞങ്ങള് അദ്ദേഹത്തിന്റെ എല്ലാ സിനിമയിലും മാസ്റ്റർ ഡയലോഗ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് തന്നെ അങ്ങനെയൊക്കെ വന്നിട്ടുള്ള സാധനമാണ്. ഈ ഇതിലെ മാസ്റ്റർ ഡയലോഗ് അങ്ങനെ വന്ന സംഭവം തന്നെയാണ്.
അപ്പം ഇന്ന് ദിലീപ് ഏട്ടന് ഇന്നലെ പറഞ്ഞു, ട്രെയിലർ ലോഞ്ചിന് പറഞ്ഞു, ബിബിനും അതുപോലെ തന്നെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ എനിക്ക് കിടക്കപ്പുറത്ത് തരില്ല. അപ്പൊ അതൊരു നിങ്ങൾ തമ്മിലൊരു ആത്മബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. എങ്ങനെയാണ് ആ ആത്മബന്ധം തുടങ്ങിയത് ശരിക്കും? അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ദിലീപേട്ടൻ ഒന്ന് ഫസ്റ്റ് ഫാൻ. അതായത് നമ്മള് മിമിക്രി തുടങ്ങുമ്പോൾ ജയറാമേട്ടൻ, ദിലീപേട്ടൻ അവരൊക്കെ കൺമുമ്പിൽ കലാഭവനിൽ ഇന്നിവിടെ വന്നെന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ കലാഭവനിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ സിനിമയിലേക്ക് വരാനുള്ള നമ്മുടെ കൺമുമ്പിലുണ്ടായിരുന്ന നമ്മുടെ മുമ്പിലുണ്ടായിരുന്ന ആളുകളാണ് സിദ്ദിഖ് ലാൽ സാറ്, ഇവര് ഒക്കെ. പിന്നെ ദിലീപേട്ടൻ്റെ കട്ട ഫാനായിരുന്നു ഞാൻ. പിന്നെ അടുത്ത് വരുമ്പോഴേക്കും കട്ടപ്പുറത്ത് റോഷൻ പ്രൊഡ്യൂസ് ചെയ്ത ആളാണ്. അതിലുപരിയായിട്ട് എനിക്ക് വെൽക്കം ടു സെൻട്രൽ ജയിൽ എന്ന് പറഞ്ഞ ഒരു പടത്തിലെ ഒറ്റ സീനാണ്, ഒരു തല്ലുന്ന സീനിലാണ് ആദ്യമായിട്ട് ഞാൻ ഒരു ത്രൂ ഔട്ട്, മറ്റേ ഇതിനു മുമ്പ് രാവ് അഭിനയിച്ചിട്ടുണ്ട്, കേരള ടുഡേക്ക് അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഒരു നോട്ടബിൾ സീൻ എന്ന് പറയുന്നത് ആ വെൽക്കം ടു സെൻട്രൽ ജയിൽ. ആ സീൻ കണ്ടിട്ടാണ് റാഫി സാർ എന്നെ റോൾ മോഡലില് ഫഹദ് ഫാസിലിന്റെ വില്ലനായിട്ട് വിളിക്കുന്നത്. ആ വില്ലന്റെ ഫൈറ്റ് കണ്ടപ്പോഴാണ് ഈ ബിഞ്ചു കർമ്മ എന്ന് പറഞ്ഞ ഇയാൾക്ക് ഫൈറ്റൊക്കെ കൊള്ളാലോ, എന്നാ ബോംബ് കഥ എന്ന് പറഞ്ഞ ആ കഥ എന്നെ വെച്ച് ആലോചിക്കുന്നത്. അങ്ങനെയാണ് ആ നായക ഒരു പടം ഉണ്ടാവുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ദിലീപേട്ടനുള്ള ഇത് ഭയങ്കര കൂടുതലാണ്. പിന്നെ ദിലീപേട്ടൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കല്യാണമാണെങ്കിലും എൻ്റെ കുഞ്ഞിൻ്റെ പരിപാടിയാണെങ്കിലും ഇപ്പോൾ പെരതാമസമാണെങ്കിലും ഒക്കെ ദിലീപേട്ടൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ട്. എന്നാൽ ഞങ്ങൾ വെറുതെ റെഗുലർലി വിളിക്കുന്ന ആളോ സംസാരിക്കുന്ന ആൾക്കാരോ ഒന്നുമല്ല. സിനിമയ്ക്ക് ഒരു നാളെ ഇവര് എനിക്ക് തിരക്കഥ തരുമെന്ന് പുള്ളിക്കൂല്ല, നാളെ ഞാൻ പുള്ളിയുടെ ഡേറ്റ് ഇട്ടത് ഞങ്ങൾക്കില്ല. അതൊരു വേറൊരു സ്നേഹം കണ്ടു തുടങ്ങി പുള്ളി അത് കാണിച്ചിട്ടുണ്ട്. ഞാൻ കൂടുതലും പുള്ളിയുടെ അനിയനായിട്ടാണ് കൂടുതൽ സൗഹൃദം, അനൂപേട്ടനായിട്ടാണ് എന്റെ മെയിൻ കൂട്ട്. ദിലീപേട്ടനെ വെച്ചൊരു പടം ഭാവി ചെയ്യണം ഒരുമിച്ച് അങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടോ? അതൊക്കെ ഉണ്ട്. ആഗ്രഹിക്കാത്തവരുണ്ടോ? അതെ, ദിലീപേട്ടനെ വെച്ച് ചെയ്യണമെന്ന് പറഞ്ഞാല് ആഗ്രഹമുള്ള പെട്ടതല്ലേ. പക്ഷെ നമുക്ക് അത്രയും അധികം അടുപ്പം ഉണ്ടെങ്കിലും അത്രയും വലിയ ബന്ധം ഉണ്ടെങ്കിലും നമുക്ക് അങ്ങനെ ഒരു എപ്പോഴും അങ്ങ് കയറി പോകാൻ പറ്റില്ല. അങ്ങനെയുണ്ടോ? നമ്മളിങ്ങനെ ഒരു പടമായിട്ട് അത് നമുക്കൊരു ഇൻസെക്യൂരിറ്റി ഉണ്ടാവും. സിനിമയുടെ കാര്യത്തില് ഇറ്റ്സ് ഹാപ്പൻസ് ആക്കാണ്, അത് സംഭവിക്കലാണ്, അത് കറക്റ്റ് ടൈം അങ്ങനെ നടക്കല. അതിന് വേണ്ടിയിട്ട് സൗഹൃദവും പ്രൊഫഷണലും രണ്ടാണ്. സൗഹൃദങ്ങൾ ഒരുപാടുണ്ടാവാം, വളരെ ഡീപ്പായിട്ടുള്ള സുഹൃത്ത് ബന്ധം സിനിമയിൽ തന്നെ ഉണ്ടാവാം. പക്ഷെ അതെല്ലാം പ്രൊഫഷനിലേക്ക് കൂട്ടിക്കെട്ടാൻ പറ്റില്ല, അല്ലെങ്കിൽ അതെല്ലാം സിനിമയായി മാറില്ല. അതാണ് സംഭവം. ദിലീപേട്ടന് കഥ പറഞ്ഞു എന്ന് പറഞ്ഞു. ദിലീപേട്ടന്റെ അടുത്ത് ഇതിനു മുമ്പ് കഥ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ദിലീപേട്ടന്റെ ഒട്ടുമിക്ക ലൊക്കേഷനുകളിലും പോയിട്ടുണ്ട്. അത് ഞാൻ ഇന്നലെ അവിടെ പറഞ്ഞതുപോലെ തന്നെ അത് ഒരു എനർജിയുടെ ഭാഗം കൂടിയാണ്. കാരണം അദ്ദേഹത്തിന്റെ ലൊക്കേഷനിൽ പോകുമ്പോൾ അദ്ദേഹത്തിന് പ്രത്യേകതയുണ്ട്. അത് നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടാണോ ഇനി എല്ലാവരോടും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം ദൂരേന്ന് കാണുമ്പോഴേ നമ്മളൊന്ന് വിഷ് ചെയ്യും. അത് നമ്മൾക്ക് ആ ലൊക്കേഷനിൽ എത്ര നേരം വേണം നിൽക്കാനുള്ള എനർജിയാണ്. കാരണം പല ലൊക്കേഷനിൽ ചെന്നാൽ നമുക്ക് അങ്ങനെ നിൽക്കാൻ പറ്റില്ല. കാരണം നമ്മളെ ചെന്നിട്ട് നമ്മളെ മൈൻഡ് ചെയ്യാതിരിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഇതൊരു നമുക്കൊരു എനർജിയാണ്. നമ്മളവിടെ അദ്ദേഹം പിന്നെ ഫ്രീ ആകുന്നവരെ നമ്മളവിടെ നിൽക്കും. അദ്ദേഹം ഫ്രീ ആയ അപ്പം ഇവിടത്തേക്ക് വരും. ഇവിടത്തേക്ക് വന്നാൽ എന്താണ് കാര്യം എന്ന് ചോദിച്ച് നമ്മളെ കാര്യങ്ങൾ അറിയും. ഭക്ഷണത്തിന്റെ സമയമാണെങ്കിൽ ഭക്ഷണം കഴിക്കാൻ നിർബന്ധിക്കും. അങ്ങനെയൊക്കെയുള്ള കുറെ ക്വാളിറ്റീസ് ഉള്ള ഒരു നടനാണ്, ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടോ നമ്മൾ. ഈ കഴിഞ്ഞ ജഗൻ ഷാജി ഗ്ലാസിന്റെ പടത്തിന്റെ ലൊക്കേഷൻ വരെ അത് അനുഭവിച്ചത്. നമ്മൾ കാണാൻ പോകുമ്പോൾ അദ്ദേഹം അങ്ങനെ നമ്മളെ കെയർ ചെയ്തിട്ടുണ്ട്. എന്റെ കഥകൾ കേട്ടിട്ടുണ്ട്. എന്റെ 2 കഥ കേട്ട് 2 കഥയും അദ്ദേഹം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്, ഇന്നലെ ട്രെയിലർ ലോഞ്ച് ഇതിൽ പറഞ്ഞത്. ഞാനൊരു സബ്ജക്ട് പറഞ്ഞു, ആ സബ്ജക്ട് കേട്ട് അദ്ദേഹം തന്നെ പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞു. രാത്രി 11 മണി വരെ ഇരുന്ന് ഡിസ്കസ് ചെയ്തൊരു സബ്ജക്ട്. പക്ഷെ അത് നടന്നില്ല. രണ്ടാമത് ഞാൻ വേറൊരു ലൊക്കേഷനിൽ പോയി അവിടുന്ന് എന്റെ വേറൊരു കഥ കേട്ടിട്ട് അത് ഈ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഹാഫ് കേട്ടോണ്ടെന്ന് വെച്ചാൽ ഇതൊക്കെ വിറ്റ് കാശായിക്കൂടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതും അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ അതും നടന്നില്ല. അതെന്ന് വെച്ചാൽ സിനിമ ഈ പറഞ്ഞ പോലെ തന്നെ സംഭവിക്കാൻ ഒരുപാട് ഘടകങ്ങൾ, അതൊരു നായകനും ഒരു സംവിധായകനും മാത്രം കൂടി ചേർന്ന് മാത്രം നടക്കില്ല, എല്ലാം ഒത്തിണങ്ങണം അല്ലേ? അപ്പം ICU എന്താണ് ശരിക്കും? ഇന്റൻസീവ് കെയർ യൂണിറ്റ്. അതിൽ ശരിക്കും പറഞ്ഞാൽ എന്താണ്? അതിൽ നേഴ്സായിട്ടാണ്. അപ്പം നേഴ്സിന്റെ ഒരു സ്ട്രഗിളൊക്കെ അനുഭവിച്ചോ ശരിക്കും? ഇല്ല, നല്ല സിമ്പിൾ. ഐ മീൻ അത്ര സ്ട്രഗിൾ ഒന്നും അനുഭവിച്ചില്ല. നല്ല കൂളായിട്ടുള്ളൊരു ട്രെയിലറൊക്കെ കാണുമ്പോൾ ഭയങ്കര എന്തൊക്കെയോ ചെയ്യാനുള്ള ഒരു കഥാപാത്രമാണെന്ന് തോന്നുന്നുണ്ട്. കുറച്ച് ഡെപ്ത് ഉള്ള കൂടെയുള്ള ക്യാരക്ടേഴ്സിനെ സപ്പോർട്ട് ചെയ്ത് പോകുന്ന ഒരു തരത്തിലുള്ള ഒരു ക്യാരക്ടർ. അങ്ങനെ ഇപ്പം ബിബിൻ ചേട്ടൻ്റെ ലൈഫിൽ ഇപ്പോൾ 11 സിനിമയിൽ നായകനായി. അപ്പോൾ ശരിക്കും എനിക്കിത് പോരാ, ഇനിയും എനിക്ക് ഇങ്ങനെ ഒരു കഥാപാത്രം കിട്ടണം, അങ്ങനെയൊക്കെ ഒരു ഡ്രീം ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ ലൈഫിലുണ്ടോ? ചലഞ്ചിങ് ആയിട്ട് ഡ്രീം ചെയ്യണ ക്യാരക്ടറുകൾ എന്നുള്ളതല്ല, ഇനിയും മുന്നോട്ട് പോകണം എന്നുള്ളത്
ഞാൻ ഭയങ്കര സ്റ്റാർട്ടിങ് പോയിന്റിലാണ് നിൽക്കുന്നത് ഇപ്പോഴും. അങ്ങനെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത്? 100% സ്റ്റാർട്ടിങ് സ്ട്രഗ്ലിംഗ് സ്റ്റേജിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും. അത് നിങ്ങൾക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് പടം വരുന്നുണ്ട്. മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് വലിയ വലിയ കാര്യങ്ങളാണ് ദൈവം തന്നേക്കുന്നത്. പിന്നെ ഇവിടുത്തെ പ്രേക്ഷകരോട് എത്ര നന്ദി പറഞ്ഞാലും നമ്മൾക്ക് എനിക്ക് തോന്നുന്നു വേറെ ഒരു ഇൻഡസ്ട്രിയിലും ഇല്ല നമ്മളെ പോലെ ഒരാളെ സ്വീകരിച്ചേക്കുന്നത്. ഇന്ത്യയിൽ തന്നെ ഇല്ല. അപ്പൊ നമ്മുടെ മലയാളി പ്രേക്ഷകരെ അതെ തപ്പിയോക്കുണ്ടായിരുന്നു. കാരണം നമ്മള് എല്ലാം ചെയ്യുന്ന ഹീറോ ആയിട്ടാണല്ലോ ഇവര് അംഗീകരിച്ചിരുന്നത്. ഫൈറ്റ് ആണെങ്കിലും ഡാൻസ് ആണെങ്കിലും എല്ലാം ചെയ്യുന്നതാണ്. അല്ലാതെ എനിക്ക് ഈ പടത്തില് ആദ്യത്തെ എനിക്ക് തോന്നുന്നു ബോംബ് കഥ കഴിഞ്ഞ് മാർഗംകളിയിൽ മാത്രമാണെന്ന് തോന്നുന്നു കാലിലെ ചെറിയ കാര്യങ്ങൾ പരാമർശിച്ചത്. പിന്നെയുള്ള ഇതുവരെയുള്ള സിനിമകളിൽ ഒരു സംവിധായകരും എന്റെ കാലിന്റെ പെർട്ടിക്കുലർ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു ഷോട്ട് പോലും വെക്കുകയോ ഉപയോഗിക്കുകയോ ഇതിലൊക്കെ അങ്ങനെയല്ല. അത് നമ്മള് മേക്ക് ചെയ്യുമ്പോ തന്നെ നമ്മളുടെ ചിന്തയിൽ അങ്ങനെ വരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇങ്ങനെ ഷോട്ട് വെച്ചാൽ മതി അങ്ങനെയൊന്നുമില്ല. നമ്മള് വളരെ ഫ്രീ ആയിട്ട് ഇപ്പൊ ഞാൻ പൃഥ്വിരാജിനെ വെച്ച് ഫ്രെയിം വെച്ച പോലെ തന്നെയാണ് കുഞ്ഞോർത്തിനെ വെച്ച് ചെയ്തത്. അതാണ് ഒരു മലയാള സിനിമ, അതാണല്ലേ. അത് ഭയങ്കര കാര്യമാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. അല്ലെങ്കിൽ വേറെ ഭാഷയിലൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ ഈ പാടുകേട് വെച്ചിട്ടായിരിക്കും ഒരു ഷോട്ട് വെക്കുന്നത്. എന്നിട്ട് ഇതിന്റെ സ്ട്രഗിൾ എടുത്ത് കാണിക്കുക, അതിന്റെ ഇതിട്ടുള്ള പരിപാടികളില്ലേ. ഇതങ്ങനെയല്ല. പതുക്കെ കണ്ട് ആളുകൾ തന്നെ ശീലിച്ചു തുടങ്ങി എന്നുള്ളതാണ്. ആ ശീലം ഇനിയോ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് സക്സസ് വന്നാൽ, എനിക്ക് സക്സസ് വന്നാൽ എന്റെ പോലെയുള്ള ഒരുപാട് പേരെ നിങ്ങളൊക്കെ പ്രേക്ഷകരെല്ലാവരും നോർമലൈസ് ചെയ്ത് കാണാൻ തുടങ്ങും. അതാണ് നമ്മുടെ മെയിൻ എയിം പോയിന്റ്. അതിലേക്കാണ് ഞാൻ ഈ പറയുന്ന ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. എന്റെ ലക്ഷ്യം അതാണ്. ഒരു റോൾ മോഡൽ ആവാൻ പറ്റിയ ഒരാളാണ് ഒരുപാട് പേരുടെ സ്വപ്നങ്ങൾക്ക്. അല്ല, എല്ലാം ഇപ്പം ബിബിൻ ചേട്ടൻ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഒരു സംവിധായകൻ എന്ന നിലയിൽ ഇപ്പം ബിബിൻ ചേട്ടന് എല്ലാം ഇപ്പൊ ഫൈറ്റ് എല്ലാം ബിബിൻ ചേട്ടൻ ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു റോൾ മോഡൽ ആവാൻ പറ്റിയ വ്യക്തിയല്ലേ. ഇതിലിപ്പം ഒരു ഫൈറ്റ് വരുന്നത് ബാബുരാജുമായിട്ടാണ്. അദ്ദേഹത്തെ പോലുള്ള അത്രയും ഹെൽത്തി ആയിട്ടുള്ള ഒരാളായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ എനിക്കൊരു നിമിഷം പോലും കൺഫ്യൂഷൻ വന്നിട്ടില്ല ബിബിൻ ഇത് ചെയ്യുമോ. അങ്ങനെ ഞാൻ ചോദിച്ചിട്ടില്ലല്ലോ. നമ്മള് ലൊക്കേഷനിലേക്ക് വന്നിട്ട് നമ്മൾ ഷോട്ട് പറയായിരുന്നു. അല്ലാതെ നമ്മള് ഇങ്ങനെ സംഭവം കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടില്ല. അതിപ്പോ അല്ലേ ഇത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ബാഡ് ബോയ്സ് സിനിമ ഉണ്ടല്ലോ. ബാഡ് ബോയ്സിലൊക്കെ ക്ലൈമാക്സ് കേട്ടോ. അപ്പൊ ക്ലൈമാക്സിൽ റഹ്മാനിക്കയുടെയും ഫാമിലിനെയൊക്കെ ഓരോ ആളുകൾ അടിച്ചിട്ട് നിലത്തിട്ടേക്കുക. എന്നിട്ട് കൊച്ചിനെ വെട്ടാൻ പോകുമ്പോ ഫസ്റ്റ് ഞാൻ പറന്നു വന്ന് അടിക്കണത് ഞാൻ റഹ്മാനിക്ക അവിടെ കിടക്കുമ്പോ. അപ്പൊ അതിന് ഡയറക്ടർ ആദ്യം കൺവിൻസ് ആവണം. ഇവനടിച്ച ആളുകൾക്ക് ഏക്കൂ. കാരണം ഹീറോ അവിടെ കിടക്കുകയാണ്. ഹീറോന്റെ ഫാമിലിയെ രക്ഷിക്കണം ഞാൻ കേട്ടാ. ബാബുവാനി ചേട്ടൻ ഉണ്ട് അവിടെ. പക്ഷെ അതൊക്കെ ആ റഹ്മാനിക്ക് സമ്മതിച്ചു, ബാബുവാനി ചേട്ടൻ സമ്മതിച്ചു. ആ അംഗീകരിക്കലാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അല്ല, അത് ഇന്നലെ ബാബുരാജേട്ടൻ ഈ പറഞ്ഞ ഒരു ഇന്റർവ്യൂല് പറഞ്ഞു. അതായത് ആവേശം ഭയങ്കരമാണ്. അത് ചെയ്യാനുള്ള ആവേശം, പുള്ളിയുടെ ആവേശം കാണുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കത് ഫീൽ ചെയ്യുമല്ലോ. നമ്മളിലേക്ക് അത് പകരും. ബിബിൻ ചേട്ടന് എപ്പോഴും വരുമ്പോ ഇപ്പൊ കോളേജിലൊക്കെ വരുമ്പോഴാണെങ്കിൽ എല്ലാരെയും അങ്ങ് കയ്യിലെടുത്ത് ഭയങ്കര ഒരു എനർജിയാണ്, ഒരു ഫുൾ എനർജി പാക്കാണ് ശരിക്കും പറഞ്ഞാൽ. എങ്ങനെയാണ് എല്ലാവരുമായിട്ട് ഇങ്ങനെ ഇപ്പൊ ഇപ്പൊ തിയേറ്ററിലൊക്കെ ചേട്ടനെ കാണാറുണ്ട്, എല്ലാവരോടും വലിപ്പ ചെറുപ്പം ഇല്ലാതെയാണ് ഇടപഴകുന്നതും സംസാരിക്കുന്നതും ഒക്കെ. എങ്ങനെ സാധിക്കുന്നു? അപ്പം പഠിപ്പിച്ചു തന്നേക്കണ കാര്യമാണ്. അപ്പനാണ് പറഞ്ഞത്, ചെറുപ്പത്തിൽ പോലും പറഞ്ഞേക്കണത് ലോകത്ത് അതിനങ്ങനെ വലിപ്പമുള്ള, അതായത് വലിയ ആളുകൾ, ചെറിയ ആളുകൾ, പണക്കാരൻ, പാവപ്പെട്ട, ജാതി, ഇത് ചെറുപ്പത്തിൽ അപ്പം പഠിപ്പിച്ചു തന്ന ഒരു ബേസ് ഉണ്ട്. അപ്പൊ എല്ലാരും ഒരേപോലെ തന്നെ പെരുമാറും. പക്ഷെ അത് തന്നെ എനിക്ക് പാരയാവാറുണ്ട്. പിന്നെ ഉറപ്പായിട്ട് പാരയാവും. പാരയെന്ന് വെച്ച് കഴിഞ്ഞാല് ചിലർക്കത് നമ്മുടെ സൗഹൃദം അർഹതയില്ലാത്ത ആൾക്കാരുണ്ടാവും ഇതില്. അവര് നമ്മളെ മിസ്യൂസ് ചെയ്യണം നമ്മൾ അറിയൂല. കാരണം നമ്മൾ അവരെയും നമ്മളെ പോലെ തന്നെ ഉണ്ടാക്കുന്നത്. അങ്ങനെ പണി കിട്ടും നമുക്ക്. അതേ ഉള്ളൂ. അങ്ങനെ തിരിച്ചറിവുണ്ടായിട്ട് മാറണമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. കാരണം അതിലൂടെ ഈ സൗഹൃദത്തിലൂടെ തന്നെയാണ് എനിക്ക് നല്ല സുഹൃത്തുക്കളുള്ളത്. എനിക്ക് വേണ്ടി ചാവാൻ നിൽക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുള്ളതും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇടക്ക് പറഞ്ഞ തലക്കും മറ്റേമാരൊന്നും അടിച്ചിട്ടൊക്കെ പോകും. ഞാൻ വടിവേലും മാറില്ല. അതാണ് എന്റെ അമ്മിച്ചി അങ്ങനെയാണ്. അമ്മിച്ചിയൊക്കെ അങ്ങനെ തന്നെയാ. അതായത് കോമഡി ഒക്കെ നിങ്ങൾക്ക് വളരെ സിമ്പിൾ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഒരു യൂബറുകാരൻ അല്ല, ഒരു യൂബറുകാരൻ. അപ്പൊ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആര് വന്നാലും ചായ കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം എന്നൊക്കെ ഉള്ള ഒരു സാധനം പണ്ട് തുടങ്ങി. നിങ്ങൾ കണ്ടില്ലോ, വീട്ടിൽ വരുമ്പോ ചായ ആയിട്ട് വരുമല്ലോ. അത് അങ്ങനെ എങ്ങനെയാണ്. അപ്പൊ ഏതൊരു ക്രിസ്മസിന് നമ്മുടെ കൂട്ടുകാരൊക്കെ ആയിട്ട് നമ്മള് കഴിക്കണതൊക്കെ കൊണ്ടിട്ട് അന്ന് അവൻ വന്നത് ഒരു യൂബർ പിടിച്ചിട്ടാ.
അമ്മിച്ച് എന്ത് ചെയ്ത് ഞങ്ങളൊക്കെ അവിടെ നിന്ന് കഴിക്കുമ്പോ യൂബറുകാരന് ഭക്ഷണം കൊടുത്ത് വിട്ട് വിട്ടു. 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിയാ. അപ്പൊ ഈ യൂബറുകാരൻ പിന്നെ എന്നെ വിളിച്ചിട്ട് ജോലി ഡ്രൈവർ ആക്കുമെന്നൊക്കെ ചോദിച്ച് വിളിച്ചായിരുന്നേ. അപ്പൊ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ 10-200 കേസിലെ പ്രതിയാണ് ഇയാൾ. ഈ ചോറും ചിക്കനും നിന്നിട്ട് പോയാണ്. ഞാൻ പറഞ്ഞ വേണ്ടിയോ അങ്ങനെ അതാണ് അമ്മച്ചിയുടെ ഭാഗത്തുനിന്ന് അതാണ്. അതെ അതെ, ആളെ അറിയില്ലല്ലോ, അപ്പം വരുമ്പോ നമുക്കൊരു സ്നേഹം മാത്രം, ഭക്ഷണം കൊടുക്കുക, വിടുക. അതങ്ങനെ തന്നെ. ഇപ്പം പുതിയ വീടൊക്കെ വെച്ച് പുള്ളി ഹാപ്പി ആണോ? നല്ലതാണ്. ഞാൻ പറയായിരുന്നു ഉറക്കം കിട്ടുന്നുണ്ട്, അത് വലിയ കാര്യല്ലേ. ഉറക്കം ഇപ്പൊ എല്ലാവർക്കും ഇപ്പം പൊതുവേ ഉള്ളൊരു പ്രശ്നം, ഉറക്കം നഷ്ടപ്പെടുന്നു. അങ്ങനെ ലൈഫിൽ ഉറക്കം നഷ്ടപ്പെട്ട ഏതെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് വെടിക്കെട്ട് കഴിഞ്ഞിട്ട് വെടിക്കെട്ട് നമ്മൾ വിചാരിച്ച പോലെ ആവാണ്ടായപ്പോ ആ ഒരാഴ്ച അല്ല 2 ആഴ്ചയോളം ഉറക്കം ഭയങ്കര പ്രശ്നമായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ ഓവർ തിങ്ക് ഉണ്ട്. ഓവർ തിങ്ക് എന്ന് പറഞ്ഞാൽ നമ്മള് വെറുതെ ഈ റീലിൽ പറഞ്ഞ ഓവർ തിങ്ക് അല്ല കേട്ടാ. ഓവർ തിങ്ക് തന്നെയാണ് നമ്മുടെ ക്രിയേറ്റിവിറ്റിയും, ഓവർ തിങ്ക് തന്നെയാണ് നമ്മളുടെ ചിന്തപ്പാടും. മുന്നോട്ട് ചിന്തിച്ചെങ്കിൽ നമുക്ക് എഴുതുമ്പോ ആ ഓവർ തിങ്ക് തന്നെയുള്ള നമ്മുടെ ക്രിയേറ്റിവിറ്റി. അപ്പൊ ആ സമയത്ത് കുറച്ച് ഇതായിരുന്നു. പിന്നെ ഇപ്പൊ അതിനോടൊക്കെ ജൈവരാജ്യങ്ങളോട് സമചിത്തതയോടെ പെരുമാറാൻ പഠിച്ചു. അപ്പൊ അപ്സ് ആൻഡ് ഡൗൺസ് വരുമ്പോ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഇപ്പൊ വിഷമിച്ച് ഇപ്പൊ ഉറക്കം നഷ്ടപ്പെട്ട സമയങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോ ആരെങ്കിലും കുറ്റപ്പെടുത്തലുകൾ, ഇതിപ്പം നീ സിനിമ വിട്ട് വേറെ എന്തെങ്കിലും ചെയ്യും, അതൊക്കെ ആദ്യ സമയങ്ങളിൽ പറഞ്ഞിരുന്നോ? അത് സിനിമ വിട്ട് അത് കുഞ്ഞുനാള് വലിയ കേൾക്കണല്ലേ. ഇത് പറ്റില്ല എന്നല്ലാണ്ട് എന്റെ ചെവിയിലൊന്നും നീ ധൈര്യമായിട്ടിടാ ഞാൻ നോക്കടാന്ന് പറയണൊക്കെ ഏത് കാലഘട്ടത്തില, ഡിഗ്രി കാലഘട്ടത്തില് നമ്മുടെ മിമിക്രി ഒക്കെ കണ്ട് പ്രൂവ് ചെയ്തതിനു ശേഷമാണ് അങ്ങനെ പറഞ്ഞു കേൾക്കുന്നത്. അല്ലാതെ അങ്ങനെ ഒരു സാധനം ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ സിനിമയിലേക്ക് ഇറങ്ങിയതേ പറയാറുള്ളൂ. അതെ, രാഷ്ട്രീയത്തിലേക്ക് കയറി സിനിമയിലേക്ക് ഇറങ്ങി. രണ്ടുമാണ് പറയാറ്, രണ്ടും ഭ്രാന്താന്നാ പറയാ. സിനിമ എന്ന് പറഞ്ഞൊരു രണ്ടും സമൂഹത്തിൽ ആവശ്യമാണെന്നുള്ളത് ആരും ചിന്തിക്കുന്നില്ല. രണ്ടിലും സ്ഥാനം കുറച്ച് എന്താ പറയാ, നമുക്കൊരു എല്ലാരും വിജയിച്ചതിന് ശേഷം അംഗീകരിക്കും. അതെ അതെ, അല്ല അത് വളരെ സത്യസന്ധമായ കാര്യമാണ്. രാവിലെ വെള്ളയിട്ട് ഇറങ്ങാണ് രാഷ്ട്രീയം എന്ന് പറഞ്ഞ് ഇറങ്ങാന്ന് പറയും. പക്ഷെ അയാൾ മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, പൊളിറ്റീഷ്യൻസിന്റെ ഒരു കാര്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, ഈയിടെ ആരോ പറഞ്ഞു കേട്ടാണ്, നമ്മുടെ കുട്ടികളടക്കം കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാല്, ലോകത്തെ ഏതെങ്കിലും പൊളിറ്റീഷ്യൻ ആത്മഹത്യ ചെയ്തിട്ട് കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇപ്പൊ എന്ത് പ്രശ്നം വന്നോട്ടെ അവരുടെ പേരില്, എന്തൊരു അലിഗേഷൻ വന്നോട്ടെ അവരതിനെ നേരിടും. ആ നേരിടാനുള്ള ഒരു പവറല്ലേ, അത് നമ്മുടെ കുഞ്ഞുനാൾ വരെ നമ്മൾ ആർജിച്ചു വന്ന സൂപ്പറായിട്ട് അല്ലേ ഏട്ടാ. അപ്പൊ ഈ 1 മാർക്കിനും 2 മാർക്കിനും മുമ്പ് ആരും ആത്മഹത്യ ചെയ്യും. അത് ഇപ്പോഴാണ് അത് കൂടുതൽ, ഭയങ്കരമായിട്ട് കൂടുതൽ. ചെറിയ കാര്യത്തിന് മൊബൈല് മാറ്റി റിമോട്ടില് ചാനൽ ഇട്ട് കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് ആത്മഹത്യ ചെയ്യുന്നില്ലേ? അത് പോലത്തെ. പക്ഷെ പൊളിറ്റീഷ്യൻസിന് വാഗ്ദാനങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ, അവരൊന്നും അധികം പാലിക്കുകയും ചെയ്യില്ല. അല്ലല്ല, നേരിടാനുള്ള ശക്തി. ആരൊക്കെ എന്ത് പറഞ്ഞാലും തൊലിക്കെട്ടിയോടെ നിൽക്കും. അത് വലിയ കാര്യല്ലേ. അപ്പൊ ബിബിൻ ചേട്ടൻ എന്താണ് പറഞ്ഞു തന്നിട്ടുള്ള എന്തെങ്കിലും ഒരു അഡ്വൈസ് ഉണ്ടോ അഭിനയിച്ചപ്പോ? ഞാൻ മറ്റേ ബാബ രാംദേവ് എന്നാലും നമുക്ക് കൊടുക്കൽ വാങ്ങലാണല്ലോ സിനിമ. ഫസ്റ്റ് ഡേ തന്നെ ബിബിൻ ചേട്ടൻ പറഞ്ഞത് നല്ലൊരു ആക്ടർ ആവണമെന്നുണ്ടെങ്കിൽ ആൾക്ക് എംപതി ഉണ്ടാവണമെന്നായിരുന്നു. അത് നല്ലതായിട്ട് എനിക്ക് തോന്നി. ഇത് പറയുമ്പോ അടിയിൽ കമന്റ്, നീ എന്താ അഭിനയിക്കാത്ത? എൺപതി മാത്രമേ ഉള്ളൂ. പക്ഷെ ബിബിൻ ചേട്ടന് ഒരുപാട് യങ്സ്റ്റേഴ്സ് സപ്പോർട്ടുള്ളത് നമ്മൾ ഒരിക്കൽ കണ്ടു. ഒരു വേദിന്ന് പ്രിൻസിപ്പൾ സംസാരിക്കാൻ വിടാതൊക്കെ ഇരുന്ന സമയത്ത് അത് ഭയങ്കര കണ്ണു നിറഞ്ഞു പോയി. ഓരോ ആൾക്കാരുടെ ബിബിൻ ചേട്ടനോടുള്ള സപ്പോർട്ടൊക്കെ കണ്ടപ്പോഴേ. അപ്പൊ ഇത്രയും ആൾക്കാർ എന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് തിരിച്ചറിഞ്ഞൊരു മൊമെന്റ് ഉണ്ടല്ലോ, അന്നേരം എന്തായിരുന്നു ശരിക്കും? അതിപ്പോഴും ഭയങ്കര റിയലൈസ് ചെയ്യുന്നത്. ഞാൻ കമന്റുകൾ വായിക്കാത്തതുകൊണ്ട് നമ്മളോട് ഇഷ്ടമില്ലാത്തവരുടെ കമന്റുകൾ വായിക്കാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കാണുന്നവര് നമ്മളോട് ചിരിച്ചിട്ടാണ് അതിൽ ബിലീവ് ചെയ്ത് പോവാന്നുള്ളതാണ്. പറയൂലേ പൊട്ടക്കിണറ്റിലെ തവളയാവരെന്ന് പറയും. പക്ഷെ ഞാൻ പറയണത് എന്റെ ഒരു വ്യൂവില് പൊട്ടക്കിണറ്റിലെ തവളയായാൽ മതി. എന്താ കാര്യം അറിയാമോ? അതായത് തവള കിടക്കുന്നത് രാജാവായിട്ടാ, അത് മരണം വരെ അങ്ങനെ തന്നെ വിചാരിച്ചാൽ കിടന്നോട്ടെ. നമ്മളാരും എടാ നീ പൊട്ടക്കുളത്തിലാണേ എന്ന് പറയണ കേൾക്കായിരുന്നാ മതി. ആ പൊട്ടക്കുളത്തിലാണേ എന്ന് പറയണതാണ് കമന്റ്. ആ കമന്റ് വായിക്കായിരുന്നു നമ്മള് ഹാപ്പി മരണം വരെ രാജാവ്. പക്ഷെ ബിബിൻ ചേട്ടന് ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഞാനും കമന്റ് ഇട്ടായിരുന്നു. അല്ല ഉണ്ട് അന്ന് ആ സമയത്ത് ആ പ്രശ്നം വന്നപ്പോ. ഒരു പ്രോബ്ലം വരുമ്പോഴാണ് ആരൊക്കെയാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യാന്നുള്ളത്. അത് എത്ര ഹേറ്റേഴ്സ് ഉണ്ടെങ്കിലും നമുക്കൊരു പ്രോബ്ലം വരുമ്പോൾ ഒരു സപ്പോർട്ടായിട്ട് വരും. അതെ ശരിയാ. ഞാൻ അതിൽ ചെയ്തൊരു കാര്യമുണ്ട് ചോദിച്ചേട്ടാ. എന്റെ ഉള്ളിൽ ഞാൻ അതിലൊരു നന്മ എനിക്ക് ഭയങ്കര സ്വയം സെൽഫ് പ്രൗഡ് ആയിട്ട് തോന്നി. എന്നെ മഞ്ജു വാര്യർ വിളിച്ച്
മഞ്ജു ചേച്ചിയില്ലേ, മഞ്ജു ചേച്ചി വിളിച്ച വോയിസ് നോട്ടിൽ അഭിനന്ദിച്ചൊക്കെ ഒരു കാര്യമുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായി പോയി. ഒരാളെ ഞാൻ അത് റിയലൈസ് ചെയ്തു എന്നുള്ളത്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുമസ്തന്റെ പ്രൊമോഷന്റെ സമയത്താണ് ഈ പരിപാടി നടക്കുന്നത്. ഗുമസ്തന്റെ പ്രൊമോഷൻ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു ഇൻസിഡന്റ് എന്ന് പറഞ്ഞാൽ ഭീകര ഇൻസൾട്ട് തന്നെയായിരുന്നു കേട്ടോ. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഭീകര ഇൻസൾട്ട് ആയിരുന്നു. ആരുടെയും കണ്ണു നിറഞ്ഞു പോണ അവസ്ഥയായിരുന്നത്. ഇറങ്ങിയ ഉടനെ എന്നോട് സ്വാഭാവികമായിട്ട് സിനിമയിലുള്ളവർ എന്താ പറയാ, ഇതിപ്പൊ കത്തിച്ച നമ്മുടെ പടം ഒറ്റയടിക്ക് പ്രൊമോഷൻ കയറി പടം കുഴപ്പമില്ലാത്ത അഭിപ്രായം കിട്ടി പോകുന്നുണ്ട്. നല്ല പടമല്ലേ, അപ്പൊ പോകുന്നുണ്ട്. അപ്പൊ ഞാൻ സത്യമായിട്ട് ഇത് ഞാൻ വലിയ നന്മവരം കളിക്കണതോ എന്റെ ചിന്തപ്പാടൊന്നുമില്ല. ഞാൻ ചിന്തിച്ച ഒറ്റ കാര്യമുള്ളൂ, ആ പ്രിൻസിപ്പള് ചിലപ്പോ വല്ല വീട്ടിൽ നിന്ന് വല്ല ദേഷ്യത്തിൽ വന്നായിരിക്കാം, ഹോസ്പിറ്റലിൽ പുള്ളിയുടെ ആരെങ്കിലും ഹോസ്പിറ്റലൈസർ ഉണ്ടാവും, പുള്ളിയുടെ അന്നത്തെ മാനസികാവസ്ഥയുടെ ആണ് ദാറ്റ് മൊമെന്റ് ഉള്ളി. ആ മൊമെന്റിലാണ് അയാൾ അങ്ങനെ പെരുമാറിയെങ്കിൽ ഞാൻ ഞങ്ങൾ കത്തിച്ച് ഞാൻ ഈ പടത്തിന്റെ ഇതിൽ കയറും. ബാക്കി എല്ലാ ആളുകളും വന്ന് ആ പുള്ളിയുടെ ശവക്കുഴി കിടക്കുന്ന ആളുകളെ അവരെ തോണ്ടി തെരുവ് പറയും, അയാളുടെ ഫാമിലിനെ വലിച്ചടയ്ക്കും. മറ്റേത് മറിച്ചത് ഈ ഒരു പോയിന്റിലാണ് സത്യമാണ്, എന്റെ അമ്മയുടെ സത്യം, ഈ ഒരു പോയിന്റിലാണ് ഞാൻ വേണ്ടെന്ന് പറഞ്ഞത്. ഇത് കഴിഞ്ഞു 2 ആഴ്ച പടം ഇറങ്ങി, പടത്തിന്റെ ചെറിയൊരു സക്സസ് മീറ്റിന് ഇവിടെ പത്രക്കാര് വന്നപ്പോ ഒരുത്തൻ അതില് വിളിച്ച് ചോദിച്ചു, ചേട്ടാ അന്നത്തെ കാരണം എന്താണെന്നറിയാമോ, ഇവരെങ്ങനെ കണ്ടെന്ന് അറിയാമോ, നമ്മളായിട്ട് ഇഷ്യൂ ഉണ്ടാക്കിയത് PR ചെയ്തല്ല അത്. അതായത് ഈ പറയുന്ന താൻ പറഞ്ഞ അവിടുത്തെ സ്റ്റുഡൻസ് എന്നെ ഇൻസൾട്ട് ചെയ്തു പറഞ്ഞ അവര് അവിടെ സമരം ചെയ്തിട്ട് അവരവരുടെ പേജിലിട്ട് അത് ഇവര് കണ്ടിട്ടാണ് ഈ സാധനം പിന്നെ വൈറലായി വരുന്നത്. അപ്പൊ എനിക്ക് അന്ന് അങ്ങനെ അത് തീരുമാനം എടുത്തതിന് എനിക്ക് ഇപ്പോഴും ഭയങ്കര സന്തോഷമാണ്. കാരണം ഞാൻ അത് കഴിഞ്ഞിട്ട് ആ പുള്ളിനെ കണ്ടില്ല, ആ പുള്ളിനെ ആരും ഉപദ്രവിക്കാനും നിന്നിട്ടില്ല. പുള്ളി പിന്നെ വിളിക്കും എന്നെ ആ നാട്ടിൽ നിന്ന് ഒരുപാട് പേര് വിളിച്ചിട്ട്, വടക്കഞ്ചേരി ആ ഗ്രാമത്തിൽ നിന്ന് എന്നെ ഒരുപാട് ആളുകൾ വിളിച്ച്, അവിടുത്തെ റെപ്പ് വിളിച്ച്, പൊളിറ്റീഷ്യൻസ് ഒക്കെ വിളിച്ച്, ആ കോളേജിൽ തന്നെ ഒരു തവണയും കൂടി എന്നോട് വരണമെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്ത് വിളിച്ചു. അതൊക്കെ അതാണ് ഞാൻ പറഞ്ഞത്. ഇനി അങ്ങനെ പോവും നമ്മള് ആ ഒരു കോളേജിൽ. പിന്നെ അതൊരു എന്താ പറയാ, അത് നെഞ്ചും വിരിച്ച് പോകേണ്ട ഒരു ആർജവം പെട്ടെന്ന് വിമിഞ്ചേട്ടൻ കാണിക്കണം. സങ്കടം മെയിനായിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതിൽ മാത്രമല്ല, ആ കുട്ടികള് നമ്മുടെ പെർഫോമൻസ് കാണാൻ വേണ്ടി ഭയങ്കര വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു. അവർക്കത് മിസ്സായി പോയി. അതാണ് അവര് 3 സ്റ്റെപ്പ് താഴെ ഇറങ്ങി എന്റെ കൂടെ വന്നത്. അത് ഭയങ്കര എന്താ പറയാ, എല്ലാരും ഉള്ളിലേക്കുന്ന ഒരു വീഡിയോ തന്നെയായിരുന്നു. അപ്പൊ മഞ്ജു ചേച്ചി അതിന് ശേഷമാണോ മനോരമയില് ഞാൻ ഇതേ ഇപ്പൊ പറഞ്ഞ മാറ്റർ ഞാൻ പറഞ്ഞു. നമ്മളൊരു കാര്യം പറഞ്ഞ ആ പുള്ളിനെ സോഷ്യൽ മീഡിയ അറിയാലോ, തെറ്റ് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഇട്ട് കൊടുത്താ പിന്നെ ഒരാഴ്ചത്തേക്ക് അവരെ കൊല്ലും. എന്നിട്ട് നമ്മൾ തന്നെ അറിയും ഇയാൾ തെറ്റ് ചെയ്തിട്ടില്ലെന്ന്. ഇത് എത്ര നമ്മള് കണ്ട് അല്ലെ, എത്രയോ കണ്ട്. എന്താ മഞ്ജു ചേച്ചി എന്താ പറഞ്ഞത്? അല്ല, നല്ല പക്വതയായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു, പക്വതയായിട്ട് കൈകാര്യം ചെയ്തെന്ന് പറഞ്ഞു. ഇഷ്യൂ ആക്കണമെങ്കിൽ ഇഷ്യൂ ആക്കായിരുന്നത്. അപ്പൊ ഈ സിനിമയിലേക്ക് വരുവാണെങ്കിൽ ഇപ്പം ബാബുരാജേട്ടൻ, അതുപോലെ തന്നെ ഒരുപാട് നല്ല നല്ല ആക്ടേഴ്സ് എല്ലാവരും ഉണ്ട്. ബാബുരാജേട്ടൻ 2 ഗെറ്റപ്പ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ മുരളി ഗോപിച്ചേട്ടൻ, അപ്പൊ എങ്ങനെയാണ് അവരെയൊക്കെ എങ്ങനെയാ കാസ്റ്റ് ചെയ്തത് ശരിക്കും? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇതിന്റെ ഒരു തിരക്കഥ പൂർത്തിയായി കഴിഞ്ഞിട്ടാണ് നമ്മൾ കാസ്റ്റിങ്ങിനെ പറ്റി ചിന്തിക്കുന്നത്. കാരണം ആദ്യം ഞാൻ എൻ്റെ റൈറ്റർ സന്തോഷമായിട്ടിരുന്നിട്ട് അതിന്റെ സ്ക്രിപ്റ്റ് വർക്ക് നടക്കുമ്പോൾ തന്നെ നമ്മൾ ഇതിന്നയാൾ ചെയ്യാൻ അങ്ങനെ ചിന്തിച്ചിട്ടല്ല. കാരണം ആ സ്ക്രിപ്റ്റിന് തന്നെ നമുക്ക് അത്യാവശ്യം പണിയുണ്ടായിരുന്നുകൊണ്ട് അത് അങ്ങനെ ഇരുന്ന് ചെയ്തിട്ട് പിന്നെ നമ്മൾ അതിലേക്ക് കാസ്റ്റിംഗ് കൊണ്ടുവരികയാണ്. മുരളിച്ചേട്ടനെയാണ് നമ്മൾ ഏറ്റവും ലാസ്റ്റ് കാസ്റ്റ് ചെയ്തത്. കാരണം അത് ആര് ചെയ്യും എന്നുള്ളത് നമുക്ക് തന്നെ ഒരു പ്രശ്നമുള്ളൊരു ക്യാരക്ടറായിരുന്നു. പിന്നെ മുരളിച്ചേട്ടനെ നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹത്തെ ഇതിലേക്ക് കൺവിൻസ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് നമുക്ക് കുറെ, കാരണം അദ്ദേഹം അങ്ങനെ ഒരുപാട് സിനിമ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അത് കഥയൊക്കെ പറഞ്ഞ് സ്ക്രിപ്റ്റൊക്കെ വായിച്ച് വീണ്ടും പോയിരുന്ന് കൺവിൻസ് ചെയ്ത് അങ്ങനെയാണ് കൊണ്ടുവന്നത്. ബാബുവേട്ടനൊക്കെ നമുക്ക് കറക്റ്റ് നമ്മുടെ മനസ്സിലേക്ക് വന്ന കാസ്റ്റിംഗ് തന്നെയാണ്. നമ്മൾ വേറെ ആരെയും ഇതിനകത്ത് അങ്ങനെ ഒരുപാട് തേടിപ്പോലുകൾ വേണ്ടി വന്നിട്ടില്ല. ശരിക്കും വിവിൻചേട്ടൻ നോമ്പെടുത്തിരിക്കുകയാണല്ലേ? നോമ്പാണ് എപ്പോഴും എടുക്കും വിവിൻചേട്ടൻ? ഞാനിപ്പോ 10 കൊല്ലത്തിന് മുകളിലായി എടുത്തിട്ട്, അതിന് മുമ്പ് കണ്ടിന്യൂ എടുക്കുമായിരുന്നു. +1 തുടങ്ങി +2 തുടങ്ങി കറക്റ്റ് ആയിട്ട് അമരപ്രന്തോണിയുടെ ലൊക്കേഷനിലൊക്കെ ഞാൻ നാഷിക കൂടിയൊക്കെ നോമ്പ് വീടിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്തില്ല, പിന്നെ ഇപ്പോഴാണ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ് അവര് ഭയങ്കര ഒരു നോമ്പ് എടുക്കണത്? ഹെൽത്തി ആയിട്ടാണ് അവര് വിശ്വാസം? അതെ, അല്ല ഓരോ ലക്ഷ്യങ്ങൾ വെച്ചിട്ട് ഇത് സത്യത്തിൽ നമ്മളുടെ മൈൻഡ് ഒന്ന് പവർ ആവാൻ വേണ്ടിട്ട് ചെയ്യണം. ആരോഗ്യപരമായിട്ട് അതിന് ബന്ധമില്ല. കാരണം ആരോഗ്യപരമായ സത്യത്തിൽ നോമ്പെടുക്കുമ്പോൾ കൂടുതൽ മോശമാണ് പതിവ്. സാധാരണ നോമ്പ് ഈ എണ്ണ പലഹാരമൊക്കെ വെച്ചിട്ടുള്ള എല്ലാരും മുറിക്കണത്. അപ്പൊ ബോഡി പിന്നെയും പ്രശ്നമാകും.
ഇതാണ് നമ്മുടെ റിയൽ കേരള സ്റ്റോറി അല്ലേ? ശരിക്കും ഇങ്ങനെ നമ്മള് ശരിക്കും പറഞ്ഞ കേരള സ്റ്റോറി ഉണ്ടല്ലോ, ഇപ്പൊ നോമ്പെടുക്കുക, ഇപ്പം ദൈവങ്ങൾ പള്ളിയിൽ പോവുക, അങ്ങനെ 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 ഒരുപാട് ആ നാട് തന്നെയെന്നേ നമ്മുടെ നാട്ടിലൊന്നും മാറ്റം വന്നിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ നോക്കിയേ വേണ്ട നിങ്ങള്. സോഷ്യൽ മീഡിയ നോക്കാതെ നിങ്ങള് ഒരാളെ നമ്മുടെ സുഹൃത്തുക്കള് നമ്മള് മുസൽമാനാണ് ഹിന്ദു ആണെന്ന് പറഞ്ഞാൽ നമ്മള് കമ്പനി അടിക്കണം അല്ലല്ലോ. അതിലൊരു ഉദാഹരണം ഞാൻ പറയാം. ഞാനൊരു മലപ്പുറംകാരനാണ്, ഇത് മലപ്പുറംകാരിയാണ്. ഞാൻ എൻ്റെ 40 വർഷം, അതായത് എറണാകുളത്തേക്ക് താമസം മാറുന്നതിന് മുമ്പ് വരെ 40 വയസ്സ് വരെ മലപ്പുറത്താണ് ജീവിച്ചത്. റിയൽ കേരള സ്റ്റോറി എന്താണെന്ന് അറിയണമെങ്കിൽ മലപ്പുറത്ത് വന്ന് താമസിക്കും. ഈ കാണുന്ന ഒന്നുമല്ല. നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ ഇപ്പുറത്ത് രാമേട്ടനാണെങ്കിൽ ഇപ്പുറത്ത് അബ്ദുള്ളയാണ്, ഇപ്പുറത്ത് ജോർജാണ്. രാമേട്ടൻ്റെ കടയിൽ നിന്നാണ് അബ്ദുള്ള അരി വാങ്ങുന്നത്, അബ്ദുള്ളയുടെ വീട്ടിൽ നിന്നാണ് ജോർജ് ഭക്ഷണം കഴിക്കുന്നത്. ശരിയാ. നമ്മളൊരു ഇന്റർവ്യൂ എടുക്കാൻ പോയായിരുന്നു ഒരു നടന്റെ. അപ്പൊ അവിടുത്തെ അവര് ഒരു ടേബിൾ നിറയെ ഭക്ഷണം ഉണ്ടാക്കി വെച്ചേക്കുന്ന മലപ്പുറത്തെ. എന്റെ അമ്മ മരിച്ചിട്ട് ഇപ്പം 7 മാസമായി. എന്റെ അമ്മ മരിച്ച് അവിടെ കിടക്കുമ്പോൾ നമുക്കന്ന് വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റില്ല. തൊട്ടപ്പുറത്ത് ഒരു മുസ്ലിം കുടുംബമാണ്, അവരുടെ വീട്ടിലാണ് ഈ വന്ന ആൾക്കാർക്ക് മുഴുവൻ ഭക്ഷണം. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ സാധനങ്ങൾ വാങ്ങി കൊടുക്കുമല്ലോ. ഒരു അരി മണി പോലും നമ്മളെ കൊണ്ട് വാങ്ങാൻ അവർ സമ്മതിച്ചില്ല. എല്ലാ സാധനവും അവരാണ്. അതാണ് മലപ്പുറം. അല്ല, മലപ്പുറം എന്ന് പറയുന്നത് കേരളത്തിന്റെ ഒരു പരിച്ഛേദമാണ്, ഒരു സ്ഥലം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എന്താണ് സംവിധായകന് പറയാനുള്ളത്? ഇത്രയും ഡെഡിക്കേഷൻ ഉള്ള ഒരു നടൻ ഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ട് ഇന്റർവ്യൂ കൊടുക്കുന്നു, അല്ലെങ്കിൽ സംസാരിക്കുന്നു, ഇത്രത്തോളം ഇങ്ങനെ സംസാരിക്കുന്നു, വെള്ളം പോലും കുടിക്കാതെ. ഭയങ്കര സന്തോഷമുണ്ടോ ബിബിൻ ചേട്ടൻ എന്നെ? ഇത് പക്ഷേ കണ്ടന്റ് ആക്കേണ്ട കാര്യമില്ലാതെ അദ്ദേഹത്തിന്റെ ഒരു ഡെഡിക്കേഷൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം പണ്ട് മുതലേ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള സംഭവമാണ്. ഐസിന് വേണ്ടി മാത്രമല്ല, അത് ഒരു ഘടകമാണ്. അതൊക്കെ എടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. പിന്നെ എനിക്കിപ്പോൾ വേറെ സന്തോഷം എന്ന് വെച്ചാൽ മറുനാടനിലൂടെ നമുക്ക് നമ്മുടെ നാടിന്റെ ഒരു കാര്യം പറയാൻ പറ്റും. വലിയ കാര്യമാണ്, ഇത് സന്തോഷമാണ്. കാരണം നിങ്ങളുടെ ടൈറ്റിൽ മറുനാടൻ ആണെങ്കിലും നമ്മുടെ നാടിന്റെ കാര്യമാണ് പറഞ്ഞത്. കേരള ഹൈക്കോടതി കേരള സ്റ്റോറിയുടെ എന്താ പറയാ സെക്കൻഡ് പാർട്ട് തടഞ്ഞു. ഇനിയിപ്പോ 2 ആഴ്ചത്തേക്ക് റിലീസ് ആക്കരുതെന്ന് പറഞ്ഞിട്ട് അതൊരു സന്തോഷമുള്ള കാര്യമായിട്ട് തോന്നുന്നു. തീർച്ചയായിട്ടുമാണ്. കാരണം ക്രിയേഷൻ, അവനവന്റെ ക്രിയേഷൻ എന്ന് പറയുന്നത് നമ്മൾ സമൂഹത്തോട് എപ്പോഴും പ്രതിബദ്ധതയുള്ളവരായിരിക്കണം. ഏത് ക്രിയേഷനാണെങ്കിലും, എന്ത് ത്രില്ലർ ആണെങ്കിലും, ഏത് ജോണറിൽ കഥ പറയാനാണ് സമൂഹത്തിനോടൊരു പ്രതിബദ്ധതയാണ്. നമുക്ക് രാജ്യദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അപ്പം രാജ്യദ്രോഹപരമായിട്ടും സമൂഹത്തിനും മറ്റു വ്യക്തികൾക്കും തെറ്റ് വരാത്ത രീതിയിൽ നമുക്ക് ഏത് ക്രിയേഷനും ആവാം, കലാപരമായിട്ട് എന്തും ആവാം. അപ്പൊ അങ്ങനെ ഒരു ക്രിയേറ്റർ എപ്പോഴും അങ്ങനെ ചിന്തിക്കണം തന്നെ ആയിരിക്കും. ബിബിൻ ചേട്ടാ, അപ്പോൾ ബാബുരാജേട്ടൻ്റെ കൂടെയുള്ള ആ ഒരു ഫൈറ്റ് സീൻ ആയാലും എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങളുടെ ആ ഒരു കോംബോ എങ്ങനെയുണ്ടായിരുന്നു? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആക്ടറാണ് ബാബുരാജൻ. ബാബുരാജൻ്റെ കൂടെ അഭിനയിച്ചപ്പോൾ എന്താ പറയുന്നത്, നമ്മൾ ഓരോരുത്തരും ജോർജേട്ടൻ പറഞ്ഞ പോലെ വിദ്യാർത്ഥികളാണല്ലോ. അപ്പം ഞാൻ ബാബുരാജനിൽ നിന്ന് ഓരോന്ന് പഠിക്കുന്നുണ്ടായി. എങ്ങനെയാണ് ടൈമിങ്, ഡയലോഗ് പറയുന്നതിൻ്റെ ഡെലിവറി, സമയമെടുക്കൽ. നമ്മളൊക്കെ മിമിക്രിയിൽ നിന്ന് വന്നുകൊണ്ടുണ്ടല്ലോ, ഡയലോഗ് പറഞ്ഞ് തീർക്കലാണ് ഒരു സമയത്ത് അഭിനയം എന്ന് നമുക്ക് അറിയാണ്ട് തോന്നുമായിരുന്നു. കാരണം സ്കിറ്റിലൊക്കെ അങ്ങനെയുള്ള സ്റ്റേജിൽ ഇത് ഡയലോഗ് പറയാം, അടുത്ത് കൗണ്ടർ പറയാം, അങ്ങനെയാണ്. ഇത് ടൈം എടുത്തിട്ടുള്ള അഭിനയമില്ലേ, ഓരോ ഡയലോഗ് പറയുന്നതിൻ്റെ ഇടയിലുള്ള ഒരു സ്പേസ് ഉണ്ട്. അതൊക്കെ നമ്മൾ ബാബുരാജനിൽ നിന്നൊക്കെ നമ്മളിങ്ങനെ കണ്ടു. എനിക്ക് ഒരുപാട് വലിയ ഇന്നസെന്റ് അടക്കമുള്ള വലിയ മമ്മൂക്ക അടക്കമുള്ള കൂടെ അഭിനയിച്ചാണ്. യൂണിവേഴ്സിറ്റികൾ കൂടുതലാണ്. യൂണിവേഴ്സിറ്റി കൂടുതലാണ്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഓരോന്നിനും ഓരോ എക്സ്പീരിയൻസ് ആണ്. അല്ല, മാത്രമല്ല നേരത്തെ ബിബിൻ പറഞ്ഞത് ഞാൻ ഒരു തുടക്കക്കാരനാന്ന് പറഞ്ഞില്ലേ, നമ്മൾക്ക് ഓരോരുത്തർക്കും അങ്ങനെ തന്നെ പറയാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ ഒരു സംവിധാനം എന്ന നിലയിൽ എന്റെ മുമ്പിൽ ഒരുപാട് പേര് കിടക്കുന്നുണ്ട്. നടൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ മുമ്പിൽ മലകളാണ് നിൽക്കുന്നത്. അവിടെ നിന്ന് നമ്മളൊന്നും നേടിയെന്നൊന്നും ആയിന്ന് പറയാൻ പറ്റും. കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ലാസ്റ്റ് ഫഹദ്ക്കയുടെ വില്ലനായിട്ട് വന്നു. ഇപ്പൊ ഫഹദ്ക്കയുടെ അതിനുശേഷമൊക്കെ ഇപ്പൊ ഫഹദ്ക്കയുടെ ഒരു എന്താ പറയാ ഒരു പാൻ ഇന്ത്യൻ നടനാണ്. അപ്പൊ എങ്ങനെയാണ് ഫഹദ്ക്കയായിട്ട് ഇപ്പോഴുള്ളൊരു അടുപ്പമൊക്കെ? ഞാനേ അല്ല, ഇപ്പോഴും അടുപ്പമൊക്കെ തന്നെയുണ്ട്, കമ്പനിയൊക്കെ തന്നെയാണ്. അല്ല, ഞാനിപ്പോൾ നിങ്ങൾ പറയൂലേ ചില കാര്യങ്ങൾ നമുക്കത് വലിപ്പമായിട്ട് തോന്നൂലേ. ഞാൻ ആലോചിക്കുമ്പേ ദുൽഖറിന്റെ വില്ലനായിട്ടുണ്ട്, ഞാൻ ഫഹദിന്റെ വില്ലനായിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ റിയലൈസ് ചെയ്യും ശരിയാണല്ലോ. അല്ലാത്തപ്പോൾ ഇതിനെപ്പറ്റി ഭയങ്കര, കാരണം അത് അവരത്രയും കംഫർട്ടായിട്ടായിരിക്കും നമ്മളെ കൊണ്ടുപോയേക്കണേ, സ്റ്റാർ അല്ലാത്ത രീതിയിലേ. അതുകൊണ്ടായിരിക്കും നമുക്കത് ഈസി ആയിട്ട് തോന്നിയെന്ന്. ഇനി തിരിഞ്ഞു വരട്ടെ, നിങ്ങളുടെ വില്ലനായിട്ട് ഫഹദും വരും. അങ്ങനെ ഫഹദ് അങ്ങനെ ചെയ്യാറുണ്ടല്ലോ. അതെ, ഫഹദിന്റെ ഭാഷ പറയാം. അപ്പം ഒരുപാട് സന്തോഷം. ഇനിയും നല്ല ICU ഏതായാലും കാണുക. അപ്പൊ എന്താണ് പ്രേക്ഷകരോട് പറയാൻ? താൻ ആദ്യം കാണും, ഞാൻ കാണും. എല്ലാരും കാണുന്നത് പറഞ്ഞതിൽ താൻ കാണൂലെന്നുള്ളത് ഞാൻ കാണും.
അതല്ല ഉറപ്പാണോ? നാളെ രാവിലെ 10 മണിക്ക് വനിതാ വിനീതിൽ വരിക. ഉറപ്പായിട്ടും ഉണ്ടാവും അവിടെ, ഞാൻ ഉണ്ടായിരിക്കും. അത് മാത്രല്ല വിഷ്ണു ചേട്ടനുമായിട്ട് ഒരു പടം വരണം, എങ്ങനെയാണ് തിരക്കഥ തിരക്കഥയല്ലേ? 2 പരിപാടി എഴുതി വെച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ എന്തായാലും ഈക്വലും തട്ടേ കയറ്റും. അതാണ് ദിലീപേട്ടനൊക്കെ ആഗ്രഹിക്കുന്നത്. അല്ല ആഗ്രഹിക്കുന്നില്ല, അത് ആഗ്രഹിക്കുന്നത് ഞാൻ വീണ്ടും അത് കറക്റ്റ് ചെയ്യാണ്. അഭിനയം കൊണ്ടിട്ട് ഒരിക്കലും സ്ക്രിപ്റ്റിൽ ഉഴപ്പിയിട്ടേ ഇല്ല. സത്യസന്ധമായ കാര്യമാണ്. എഴുതി വെച്ച സ്ക്രിപ്റ്റ് ഓരോ ആർട്ടിസ്റ്റുകളുടെയും പുറകെ പോയി നടക്കാൻ എടുത്ത കാലതാമസമാണ്. അല്ല, അവർ അഭിനയിക്കുന്നില്ലെങ്കിലും അത് അങ്ങനെ തന്നെ നടക്കുള്ളൂ. ഇങ്ങനെ തന്നെ നടക്കുള്ളൂ. അഭിനയിക്കുന്നത് കൊണ്ട് പട്ടിണിയില്ലാണ്ട് കഴിയുന്നു. അതാണ്. പിന്നെ ഞാനൊക്കെ വിചാരിച്ചിരുന്നത് വലിയ നടന്മാരാണെങ്കിൽ അവർ എഴുതുന്ന സ്ക്രിപ്റ്റ് പെട്ടെന്ന് സിനിമയാവുന്ന ഒന്നുമില്ല. അതൊക്കെ അതിന്റെ പ്രോസസ് അങ്ങനെ തന്നെയാണ്. അപ്പൊ പ്രേക്ഷകരോട് ഒന്ന് കാണണമെന്ന് പറഞ്ഞേക്ക് സിനിമ നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്ന് പറഞ്ഞേട്ടോ. പ്രേക്ഷകൻ, ഞാൻ എപ്പോഴും ഈ ഇന്റർവ്യൂകളുടെ ഭാഗമായിട്ട് പറഞ്ഞതാണ്, വരുന്ന പ്രേക്ഷകർ ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല. കാരണം അവര് ഇപ്പോൾ ഇഷ്ടംപോലെ സിനിമകൾ തിയേറ്ററിൽ വരുന്നു, എല്ലാവരും പടങ്ങൾ കാണുന്നു. അവർക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു വ്യത്യസ്തമായ മൂവി തന്നെയായിരിക്കും. ചേട്ടനും ഒന്ന് പറ. എന്താണ് ഇതുവരെ മുമ്പ് എല്ലാ സിനിമകളും നല്ലതാണെങ്കിൽ ഇവർ സ്വീകരിക്കും. അതിൽ പിനിപ്പിനിയും തോന്നണു അല്ലേ? അവകാശവാദങ്ങളും ഇല്ല, ഒന്നുമില്ല, പറയേണ്ട ഒരു കാര്യമില്ല. പടം നല്ലതാണെങ്കിൽ ഓട്ടിയിരിക്കും, അവര് പറയും. മലയാളികൾ നമ്മള് ഓടിച്ചിരിക്കും. മലയാളികളെ പടം ഓടിച്ചിരിക്കും. ഞാൻ ഇന്നലെ പറഞ്ഞതാണ്, പ്രേക്ഷകൻ എടുക്കുന്ന ഓരോ ടിക്കറ്റുമാണ് ഓരോ സിനിമക്കാരന്റെയും ജീവിതം. അപ്പോൾ പ്രേക്ഷകർ മാക്സിമം ടിക്കറ്റ് എടുക്കുക, നമ്മളുടെ ജീവിതം നന്നാക്കി എടുക്കുക. നായിക ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഈ മൂവി ആക്ച്വലി ഇതിൻ്റെ മേക്കിംഗ് വേറെ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് സാറ്. സോ എന്തായാലും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. താങ്ക് യു സോ മച്ച്.